ഭയങ്കര ചൂട് തന്നെ. ഇത് വെള്ളം ചെടിയൊക്കെ കരിഞ്ഞു പോയി പെണ്ണ. നിനക്ക് ഒത്തിരി തങ്കം, ഞാൻ രായ സാറിന്റെ വീട് വരെ പോയിട്ട് വരാം. എന്തോന്നടാ ഇത്? എന്തോന്നടാ ഈ കാണിച്ചേക്കണേ? ചെരുപ്പല്ലേ ഇത്? ചെരുപ്പിലാണോ വെള്ളം ഒഴിക്കണേ? ആ വെള്ളം വീണല്ലേ? ചെരുപ്പിലാണോ നീ വെള്ളം ഒഴിക്കണേ? നീ ചാടന പുതിയ ചെരുപ്പാണ്. എനിക്കിന്ന് മീറ്റിംഗിൽ വെള്ളം നനയാൻ പാടില്ലാത്ത ചെരുപ്പ്. തലയിൽ കൂടെ വെള്ളം ഒഴിച്ചില്ലേ? അയക്കല്ലേ, നീ തോന്നിയാസം കാണിക്കരുത്. നിന്നോട് ഇന്നാണ് ഞാൻ പറഞ്ഞു ഈ ചെടിയും പുല്ലെല്ലാം എടുത്ത് ഇവിടെ മാറ്റി വെക്കണം. നീ വെറുതെ പ്രഷർ കൂട്ടല്ലേ? വെള്ളം ഇവിടെ ഒഴിക്കരുത്. എന്റെ മുറ്റത്ത് വെള്ളം വീഴരുത്. കനക, ചെടി എടുത്ത് മാറ്റി വെച്ചിട്ട് അവിടെ ഇവിടെ കൊണ്ട് ഒഴിക്കണം. ഞാൻ ചെടി എടുത്ത് ഇങ്ങോട്ട് കൊണ്ട് മാറ്റി വെച്ചിട്ട് ഈ വെള്ളം ഇവിടെ ഒഴിക്കേണ്ട കാര്യം എന്താണ്? നോക്കടി എന്റെ ചെരുപ്പ് നനച്ചിട്ടേക്കണമായി. അത് ഉണങ്ങി പറഞ്ഞാൽ ഞാൻ മീറ്റിംഗിൽ ഇട്ടുള്ള ഇത് വെള്ളം ചെരുപ്പാണ്. ചെടിച്ചട്ടിയൊക്കെ എടുത്ത് വെളി കളഞ്ഞ നിനക്ക് ഭ്രാന്താണ്. എടാ ഇതിനപ്പുറത്തോട്ട് വെച്ച് നിനക്ക് ഉണ്ടാക്കിയാ പോരെ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊണ്ട് ചെടി വെക്കരുത്. ഇത് അതിരാണ്. ഇതിനപ്പുറത്തോട്ട് വേണ വെച്ചിട്ട് നീ അവിടെ അങ്ങോട്ട് എല്ലാ ദിവസവും ചെടി നനയ്ക്കണം. അവൻ ചെടി നനയ്ക്കണം. എന്റെ ചെരുപ്പ് നനയ്ക്കാൻ അവനോട് ആര് പറഞ്ഞു? അറിയാതെ അല്ല, ഇവൻ മനഃപൂർവ്വം ചെയ്തതാണ്. അമ്മ ഈ വെയിലത്ത് ഈ ചെടിക്ക് വെള്ളം ഒഴിക്കണ്ടേ? അവനോ അവളോ ഒഴിക്കൂല. ഞാനത് ഒഴിച്ചു. ഒഴിച്ചപ്പോ അപ്പുറത്തേക്ക് വെള്ളം. പുതിയ ചെരുപ്പാണ് ഇത്. വെള്ളം നനഞ്ഞുകൂടാത്ത ചെരുപ്പിൽ ഇവൻ വെള്ളം ഒഴിച്ചേക്കണം. എടാ നീ പലപ്പോഴും ചെരുപ്പ് കഴുകി വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അത് കഴുകാൻ പറ്റുന്ന ചെരുപ്പ്. ഇത് അങ്ങനത്തെ അല്ല. ഇതിന് വെള്ളം നനച്ച ഇത് ആകെ ഞാൻ ചാടൂടാ. നീ മനഃപൂർവ്വം ചെയ്താണ്. നീ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ? ഇവൻ പലതും മനഃപൂർവ്വം ചെയ്യുന്നുണ്ട്. എനിക്കറിയാം നീ പലതും ചെയ്യുന്നതിന് മുമ്പ് എന്റെ തുണികൾ വരെ മീറ്റിംഗിന് പോകാതിരിക്കാൻ വേണ്ടി നീ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പറയരുത് കേട്ടാ. ഇവൻ മനഃപൂർവ്വം വഴക്കിനായിട്ട് ഇവിടെ കയറി കിടക്കുക. കൂടുതൽ സംസാരിക്കരുത്. അവൻ തോന്നിയാസം കാണിച്ചിട്ട് അവനൊന്ന് സപ്പോർട്ട് ചെയ്യാണ്. അല്ല ഞാൻ വന്നു സംസാരം എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. അങ്ങനെ വിളിക്കൂടാ. ഞാൻ ഇനി വിളിക്കാം. നീ കയറി പോന്നിട്ട് എവിടെ കിടന്ന നിന്നെ പിടിച്ച് തീറ്റി പോറ്റുന്നെങ്കിൽ എനിക്കത് കേൾക്കണം. പോറ്റുന്നെങ്കിലേ അന്തസ്സായിട്ട് നിങ്ങളെ മോൾ എന്നെ നോക്കണുണ്ട്. അവക്ക് വേണം എന്നെ, നിങ്ങൾക്ക് വേണ്ടെങ്കിലും. എന്തായാലും കാര്യമായി കേൾക്കണ്ട. മോനും കൂടെ അങ്ങ് ഇറങ്ങിക്കാണ് ബാക്കിയുള്ള ദിവസം എടുത്താനായിട്ട്. നിന്നെ പറഞ്ഞാ മതി. ഈ പ്രാന്തന്റെ മുഖം കാണാതിരിക്കാൻ അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാണ് ഇവിടെ മതിൽ കെട്ടാൻ. നീ അത് ചെയ്തില്ല. അതുകൊണ്ടല്ലേ നിങ്ങളെ മോന് എന്താന്ന് പിന്നെ നിങ്ങൾ ആരും ഇനി മതിൽ കെട്ടണ്ട. ഞാൻ തീരുമാനിച്ചു ഇവിടെ മതിൽ ഞാൻ കെട്ടും. വെള്ളക്ക വീണ അടുക്കളയുടെ ഒരു ഓട് പൊട്ടിയിട്ട് അത് നന്നാക്കാൻ ഒക്കാത്തവനാണ് മതിൽ കെട്ടി. ആ ഓട് ഞങ്ങൾ മനഃപൂർവ്വം മാറ്റാത്ത തന്നെ. മഴവെള്ളം ഞങ്ങൾ അടുക്കളയിലേക്ക് നേരിട്ട് വരാൻ വേണ്ടി വെച്ചേക്കണം. എന്റെ പൊന്നെ, എന്റെ ഔദാര്യത്തെ കഴിഞ്ഞ നീ ആണാടാ ഈ വർത്താനം പറയുന്നത്. ഓ എന്തോ കൗദാര്യം. മാസം ഒരു 5000 കുണുവ ഇനി കൊണ്ട് തരണത് വേണ്ട. തീർന്ന് ഇനി മേലാൽ 5000 ഉണുവാൻ കൊണ്ടുവന്ന് എന്റെ ഔദാര്യം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് വന്നാണ്ടല്ലോ ഞാൻ വലിച്ചു ദൂരെ എറിയും. അയ്യോ കൊണ്ടുവരുന്നില്ല. നിങ്ങളെ ഒരു ഔദാര്യം എനിക്ക് വേണ്ടെങ്കിലോ ഒരു പുണ്ണാക്കും എനിക്ക് വേണ്ട. തീരുമാനിച്ചു. നീ നിങ്ങൾ തരാന്ന് പറഞ്ഞാലും എനിക്ക് നീ പോടി നിന്റെ ജോലി. ഭാര്യ വീട്ടിൽ കിടക്കണം പറഞ്ഞ പിന്നെ എന്റെ കൂടെ തലേക്കറാണ്. മിണ്ടണ്ടെന്ന് വെച്ചാലേ എത്രയെന്ന് പറയുമ്പോഴായിരിക്കും. അവൻ എന്നെ തള്ളയെന്ന് വിളിച്ച് എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക. മേലാൽ അവന്റെ മുഖം എനിക്ക് കാണാൻ പാടില്ല. എന്റെ കണ്ണു മുമ്പത്തെ വന്നു പോകരുത്. എനിക്കറിയാം ഇതിനെന്താണ് വേണ്ടതെന്ന്. ഞാൻ മരിച്ചാൽ എന്റെ ശവം പോലും അവരെ കാണിക്കരുത്. എനിക്കറിയാം. നീ അതല്ല പറയിപ്പിച്ചത്. ഇതെന്ത് വേണമെന്ന് എനിക്കറിയാം. ഇത്ര ബോധമില്ലാതെ പോലെ വയസ്സാകടുത്ത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ അമ്മയുടെ അടുത്ത്? തണ്ട് പൊന്തമാടൻ കണക്കായല്ലേ ഈ വയസ്സായിരിക്കുന്ന ആളെന്ന് പറഞ്ഞിരിക്കുന്നവരാ. എന്ത് വിഷമായിക്കണം അമ്മയ്ക്ക്? ലീറ്റോന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ എല്ലാവർക്കും. നിനക്ക് മിണ്ടാതെ അങ്ങ് പോയാ പോരായിരുന്നോ? ഞാനൊന്നും ചെയ്തില്ല. സാധാരണ ഞാൻ എന്തെങ്കിലും പറഞ്ഞ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരുന്നത്. ഇപ്പൊ അമ്മ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് അറിയാം. ഹവീൽദാർ വീരഭദ്രൻ നായരുടെ ഭാര്യ രത്നമ്മ.
അമ്മേ എഴുതുന്നത് എഴുത്തൊക്കെ എഴുതാന്നോ? ഈ വീടും അല്ലേ? വീടാകും. എന്താ വീടിനൊക്കെ പറ്റി എഴുതണ? മറ്റു സ്ഥാപന അല്ലേ? ഞാൻ എഴുതി തരാം. അവനതിന് അക്ഷരം പഠിപ്പിച്ചതല്ലേ, നീ ഇപ്പൊ എഴുതാൻ വഴക്കാണ് അമ്മ ഇപ്പോഴും. എനിക്ക് ആരോടും വഴക്കില്ല, പരാതിയില്ല. എന്താടാ എഴുത്തൊക്കെ എഴുതണ? വായിക്കാത്ത എന്ത് കോഴിക്കോട്ടെ ഇരിക്ക? ഓ ഇരിക്കുന്നു. എന്താ അല്ലെങ്കിലും ക്ലീറ്റോ കാണിച്ചത് ഭയങ്കര വൃത്തിയായിട്ടാ, എനിക്കറിയാതെ. ക്ലീറ്റോ വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. അമ്മേനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലേടാ. അതവിടെ ഇരുന്ന് കടിച്ചോണ്ടടി, അത് വലിയ കാര്യമൊന്നുമില്ല. അതിനേക്കാളും വലിയ കാര്യം എന്താ എഴുതണ? എന്താ പറയാൻ പാടില്ലേ? പറയാൻ പാടില്ലാത്തതാ. മറച്ചിരിക്കുന്നു. നീ എഴുതിട്ട് പോയ എന്തായാലും എനിക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ല. ഞാൻ അമ്മേനെ കാണാൻ വന്നല്ലേ. നല്ല തലവേദന ഉണ്ടല്ലോ. അമ്മ ഒരു കാര്യം ഇവിടെ ഒരു ഒപ്പിട്ടോ, ഇതിനിടയിൽ ഒരു ഒപ്പിട്ടിട്ട്. എന്തിനാ അമ്മ ഒപ്പിടണേ? പേരെഴുതണോ? അതാ പേര് ഞാൻ എഴുതിക്കോളാം. അമ്മ ഇവിടെ ഒപ്പിട്ടാ മതി. അതാ ഈ പേപ്പർ, ഈ വെള്ള പേപ്പറിൽ ഇപ്പുറത്തെ സൈഡിലോട്ട്. വെള്ള പേപ്പറിലൊന്നും ഒപ്പിടാൻ പാടില്ല അങ്ങനെ. അതെന്റെ മോനല്ലേ, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. വേറെ ഒന്നും അല്ലല്ലോ. അമ്മ പോയി കിടന്നോളൂ. ഒന്ന് പോയി കിടക്കട്ടെ കേട്ടാ. ഞാൻ എഴുതിക്കോളാം. തലവേദന. അമ്മ ഒരു ചായ ഇട്ടോട്ടെ. നിനക്ക് എന്ത് വേണേ എഴുത്തിറക്കേണ്ടത്? വേണ്ട. എന്താന്ന് പറയും എന്നോട്? എന്താന്ന് പറയും? ഇവിടെ ചില കാര്യങ്ങൾ മാറ്റി എഴുതണമെന്ന് അമ്മ പറഞ്ഞു. ഞാൻ എഴുതി കൊടുക്കുന്നു. അമ്മ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എഴുതിക്കൊള്ളാം. ബാക്കി ഇത്ര തന്നെ കാര്യം. അതിനകത്ത് വലിയ കാര്യം. എന്താ ചില കാര്യങ്ങൾ മാറ്റി എഴുതേണ്ട സമയത്ത് മാറ്റി എഴുതണമെന്ന് അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അമ്മ പറഞ്ഞാൽ എന്താ വേണ്ട വെച്ചു. അപ്പം അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാനതുപോലെ എഴുതി. അത് തന്നെ കാര്യം. ചില കാര്യങ്ങൾ മാറ്റി എഴുതണമെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഇഷ്ടദാനല്ലേ? ആണെങ്കിൽ അമ്മ പറഞ്ഞ് ഞാൻ എഴുതുന്നു. അത്ര തന്നെ. ഇഷ്ടദാനം എന്തിനിപ്പം മാറ്റി എഴുതണേ? നിങ്ങൾ കേസ് കൊടുക്കും. ഇഷ്ടദാനം ഓരോ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. ഓരോരുത്തർ ഇത് എഴുതാനും സമ്മതിക്കില്ല. നീപ്പോ എന്താന്നടി കള്ളയുടെ മോന്റെ ഭ്രാന്തൊക്കെ മാറിയാ? നിങ്ങളുടെ ഭ്രാന്ത് മാറിയോ? എന്നെ ഭ്രാന്ത് എടുപ്പിക്കണോ കേട്ടോ? എന്തിനാ ക്ലീറ്റോ നിങ്ങൾ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ നേരം വിളിക്കുക അവരോടൊക്കെ യുദ്ധത്തിന് പോണത്? ഞാനടി പ്രശ്നം ഉണ്ടാക്കിയ? ഞാനാ ഉണ്ടാക്കിയത്. അവൻ തോന്നിയ ദിവസം കാണിച്ചിട്ടല്ലേ പറയണത്? ഞാൻ എന്റെ വീട്ടിലോട്ട് ഞാൻ ഉറക്കെ വിളിച്ചു പോവും. നിങ്ങൾ എന്തിനാ അമ്മേനെ തള്ളേന്ന് വിളിച്ചത്? പിന്നെ തള്ളയല്ല അവനെ തന്തേന്ന് വിളിക്കാൻ പറ്റും. എന്നാ പോയി കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോ? എന്റെ പട്ടി പോകും അവരെ കാല് പിടിച്ച് മാപ്പ് പറയാ. ഈ പട്ടീനെ പോലെ നടക്കലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താന്ന് ക്ലീറ്റോ അമ്മ ആദ്യം എഴുതി വെച്ച് ഇഷ്ടദാനം തിരുത്തണം. അവിടെ തിരുത്താൻ പോണ? ആരെടുത്ത് വെച്ചിട്ട് തിരുത്തണത്? ആരോടാ ചോദിക്കേണ്ടത് അമ്മക്ക്? അങ്ങനെ അല്ലാതെ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് അമ്മേനോട് ഇങ്ങനെ യുദ്ധം ചെയ്യണത്? ഞാൻ അമ്മയെടുത്ത് യുദ്ധം ചെയ്തില്ല. അമ്മേനോട് യുദ്ധം ചെയ്ത അമ്മേനെ വിളിച്ചോ? തള്ളേന്ന് വിളിച്ചോ? നിങ്ങള് തള്ളേന്ന് എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ് നിന്റെ ആങ്ങള. ഒരു പ്രാവശ്യമാണോ ക്ലീറ്റോ വിളിച്ചത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അവന്റെ ബുദ്ധിയായിരുന്നു. അമ്മയായിട്ട് ഞാൻ വഴക്ക് കൂടിയിട്ട് സ്വത്ത് മുഴുവൻ അവൻ ബുദ്ധിയാണെങ്കിലും വേണ്ടിയില്ല. എന്റെ കൊച്ചിന് വേറെ ഒന്നും ഇല്ലാണ്ടായിപ്പോ ക്ലീറ്റോ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അമ്മേനോട് ചെന്നൊന്ന് മാപ്പ് പറയേ ക്ലീറ്റോ. വേറൊരു കാര്യമുണ്ട്. ഇതിപ്പം അമ്മയുടെ ഞാൻ എങ്ങനെ പോയി പറയും? അമ്മേനോട് പറഞ്ഞാൽ മതി. അമ്മയെ മാപ്പ് എന്ന് പറഞ്ഞാൽ മതി. അമ്മ കേക്കും. ചെല്ലു കേൾക്കുമായിരിക്കും അല്ലേ? പറഞ്ഞാ കേക്കും. അതെ, എനിക്കറിയില്ല എത്ര പ്രാവശ്യം വിളിച്ച അമ്മേനെ. അത് തന്നെയാണ് അമ്മ പറയണത്. ഇമാതിരി അവനെയൊക്കെ ഞാൻ നോക്കിയിട്ട് എന്ന് ഇങ്ങനെ വിളിക്കാൻ കൊള്ളാമോ? ഞാൻ കേട്ട് നിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് കർത്താവിനാണ്. ഞാൻ മനസ്സിലൊന്നും വെച്ചോണ്ടല്ല വിളിച്ചത്. മനസ്സിലൊന്നും വെച്ചോണ്ടല്ല അല്ലേ? പിന്നെ എത്ര പ്രാവശ്യം അമ്മേനൊക്കെ തള്ളേന്ന് വിളിച്ച? തള്ളേന്ന് വിളിച്ചാൽ അത് ചീത്തയൊന്നും അല്ലല്ലോ തങ്കം. തള്ളേന്നല്ലേ വിളിച്ചോളൂ. പിന്നെ
പെറ്റ തള്ളയെന്നൊക്കെ നമ്മൾ പറയില്ല. എനിക്കറിയില്ല, എന്തെങ്കിലും ചെയ്ത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിക്കോ ക്ലീറ്റോ, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും പറയണ പോലെ എന്റെ ബുദ്ധി ഭയങ്കരമായി പോയാ. ജമന്തി എന്താ? ഒന്നുമില്ല, ഞാനേ ഇതുവഴി ഇങ്ങനെ നടന്നു വന്നപ്പോ ജമന്തി ഇവിടെ നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഒന്ന് എന്റെ പെങ്ങളടുത്ത് കുശലാന്വേഷണം നടത്താന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇങ്ങോട്ടൊന്നും വരാറില്ല. അല്ല, ഒന്നാമത്തെ കാര്യം ഞാൻ പുറത്ത് നിന്നപ്പോ ഇവിടുത്തെ എന്തോ കറിയുടെ മണം ഇങ്ങനെ മൂക്കി കിട്ടിയേ. ഞാൻ കറിയൊന്നും വെച്ചില്ലല്ലോ, പച്ചക്കറി എറിയണല്ലേ ഉള്ളൂ. അതാണ് കൈപ്പുണ്യമുള്ളവരുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതാണ്. ചില ആൾക്കാരുണ്ടല്ലോ നല്ല കൈപ്പുണ്യമുള്ളവർ, ഇതിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ ആ കറിയുടെ മണം നമ്മുടെ മൂക്കി കിട്ടും. ഞാനെപ്പോഴും തങ്കത്തിൻ്റെ അടുത്ത് പറയും, ജമന്തി വെക്കണം അതുപോലെയൊക്കെ എല്ലാം വെച്ച് നീ പഠിക്കും, ജമന്തിയെ കണ്ടുപിടിക്കുന്നു. ഞാൻ ഇടയ്ക്ക് മധുരയിൽ പോയിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിന്. അപ്പോഴേക്കും അവിടെ ഒരു പോറ്റി ഹോട്ടലിൽ കയറി ഞാൻ 3 കഴിച്ചപ്പോൾ സാമ്പാർ തന്നു എൻ്റെ ജമന്തി. ഓ, നിന്റെ സാമ്പാറും ആ സാമ്പാറും തോറ്റു കേട്ടോ. അതേ സാമ്പാർ, നിന്റെ അതേ സാമ്പാർ. സാമ്പാർ മത്സരം നടത്തി കണ്ടല്ലോ, നിനക്ക് തന്നെ 1ാം സമ്മാനം കിട്ടും. സമ്മാനം ഞാൻ വാങ്ങിച്ചേ. കാര്യം എന്താ? സാമ്പാർ അതല്ല, എന്നെ ഇങ്ങനെ പുകഴ്ത്താനുള്ള കാര്യം എന്താന്ന്. ഇത് ആരെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോൾ അതിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ എടുക്കല്ലേ? ക്ലീറ്റോ ചേട്ടൻ നല്ല കാര്യം പറയുന്നൊക്കെ ഞാൻ രാവിലെ കേട്ടായിരുന്നു. ഇപ്പൊ വന്ന കാര്യം എന്താന്ന് പറ. കാലത്തെ പറഞ്ഞ ഞാൻ തമാശ പറഞ്ഞല്ലേ. എന്റെ കർത്താവേ, ഒരു തമാശ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലെ ഈ വീട്ടിലുള്ള ആർക്കും ഇല്ലല്ലോ. എനിക്കത് അത്ര തമാശയായിട്ടൊന്നും തോന്നിയില്ല. എന്തിപ്പോ വന്നെന്താ? കനകനെവിടെ അളിയൻ? ഏട്ടൻ കുളിക്കുക. കുളിക്കണോ? അമ്മ കിടക്കുന്നല്ലേ? പിന്നെ ജമന്തി, നമ്മളൊക്കെ ഈ വന്നു കയറിയ ആൾക്കാരല്ലേ. അപ്പോൾ ഇവരുടെ മാതിരി നമ്മുടെ ഇടയിൽ പിന്നെ ഒളിയും മറയുടെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പറഞ്ഞോ? ഞാനൊരു കാര്യം ചോദിച്ചാൽ ജമന്തി സത്യം പറയോ? പിന്നെന്താ പറയാലോ. അമ്മയും അളിയനും കൂടെ എഴുതിയില്ലേ, വില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എഴുതിയില്ല, അതിലെന്തോ എഴുതിയേ? എന്താ എഴുതിയെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും അവരിരുന്ന് കുറെ എഴുതിക്കൂട്ടുന്നുണ്ട്. അവരമ്മയും മോനും അല്ലേ, എന്തെങ്കിലുമൊക്കെ എഴുതട്ടെ. എന്നാലും അതിനകത്ത് എഴുതിയതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ജമന്തിക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. ക്ലീറ്റോ ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കണത്? ക്ലീറ്റോ ചേട്ടൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്കിപ്പോഴും ഒന്നും വേണ്ട. പക്ഷേ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടിയും അവർക്ക് എന്തെങ്കിലും വേണ്ടേ? അല്ല, അതിനവരൊന്നും തരാതെ ഒന്നും ഇരിക്കത്തൊന്നുമില്ല. എന്താണ്ടൊക്കെ പറഞ്ഞു എഴുതുന്നുണ്ടായിരുന്നു അവര്. അങ്ങനെ എന്താണ്ടൊക്കെ തന്നെ ശരിയാവോ? ആ അമ്മയുടെ മോളും കൊച്ചുമോളും അല്ലേ, അവരെ വഴി കിടന്ന് കിട്ടിയൊന്നുമല്ലല്ലോ. അപ്പൊ ക്ലീറ്റോ ചേട്ടൻ ആ വിചാരം ഉണ്ടാ? ക്ലീറ്റോ ചേട്ടൻ അമ്മയുടെ മൂത്തോക്കി എന്തൊക്കെയാ വിളിച്ചത്? തള്ളേന്നൊക്കെ ആരെങ്കിലും അമ്മേനെ വിളിച്ചിട്ടുണ്ടോ ഇതുവരെ? തള്ളേന്ന് വിളിച്ചാലേ പാലായിലൊക്കെ അമ്മമാരോട് സ്നേഹം കൂടുമ്പോൾ ഞങ്ങൾ തള്ളേന്ന് വിളിക്കാം. നിങ്ങളുടെ പാലയിൽ അങ്ങനെ ആയിരിക്കും, പക്ഷെ ഇവിടെ ആരും അങ്ങനെ വിളിക്കാറില്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അമ്മേനെ ആരും അങ്ങനെ. ഞാൻ എന്റെ അമ്മച്ചീനെയൊക്കെ എത്രയോ പ്രാവശ്യം തള്ളേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ക്ലീറ്റോ ചേട്ടൻ അമ്മേനെ പോയി വിളിച്ചാൽ മതി. എന്റെ അമ്മേനെ എങ്ങനെയാണ് വിളിച്ചിരുന്നെങ്കിൽ വിവരം അറിഞ്ഞാന്. നമ്മുടെ ഈ ജില്ലകളിൽ ചില വാക്കുകളുടെ വ്യത്യാസേ അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കിടക്കണതിന് മുമ്പ് ഏട്ടനോട് പറയുക, പെട്ടെന്ന് കുളിച്ച് റെഡിയാവ്, ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. ഞാൻ പറഞ്ഞ ഒരു തമാശ എൻ്റെ അമ്മയെ അത്രയ്ക്ക് വേദനിപ്പിച്ചെങ്കിൽ ഞാൻ ഒന്ന് നല്ല തമാശ പറഞ്ഞ അമ്മയെ ഞാൻ മാപ്പ് ചോദിച്ച് അമ്മയെ ആശ്വസിപ്പിക്കും. ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരൊക്കെ എല്ലാം എഴുതി കഴിഞ്ഞു. അതൊന്നുമില്ല, എൻ്റെ അമ്മയെ ഞാൻ ഇന്ന് ആശ്വസിപ്പിക്കും. ചെല്ല് ഓരോന്നെ പറഞ്ഞ് വന്നോളൂ. കാലത്തെ ഒരു തമാശ പറഞ്ഞത് അമ്മയ്ക്ക് ഇത്രയധികം വേദനിച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല. അമ്മ മാപ്പ്. അതെ, ഞാൻ തള്ളേന്ന് വിളിച്ചത് സ്നേഹം കൊണ്ടാണ് അമ്മേ. ഈ തള്ളേന്ന് നമ്മൾ ഈ മിമിക്രിയിലൊക്കെ ടി വിയിലൊക്കെ കാണിക്കൂലേ, ആ തള്ളയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ അമ്മ ഉദ്ദേശിച്ച തള്ളയല്ല അമ്മ. എൻ്റെ അമ്മ എങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാൻ അമ്മയ്ക്ക് സന്തോഷം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടൊരു തമാശ പറഞ്ഞല്ലേ അമ്മ. അതിനിടയ്ക്ക് അമ്മ അതിനെ ഇത്രയും ഗൗരവമായിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മ. മാപ്പമ്മ, ഇനി ഒരിക്കലും ഞാൻ തമാശ പറയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും തമാശ പറയണമെങ്കിൽ തന്നെ അമ്മയുടെ അനുവാദം ചോദിച്ചിട്ട് ഞാൻ പറയും. അമ്മ ക്ഷമിച്ചെന്ന് പറയാമ്മ.
ക്ഷമിച്ചെന്ന് പറയാം. അമ്മ ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ പോവൂല. വന്നിരിക്കുന്നവൻ വായി തോന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആരാ ഇതിനകത്ത് പൈപ്പ് തുറന്നു വിട്ടേക്കണേ? ആരാ? എന്താടാ കുളിക്കണടാ? അളിയ കുളിക്കണോ? അല്ല, അമ്പലത്തിൽ പോണം. ബാത്റൂം വന്നിട്ട് കുളിക്കണമെന്ന്. കുളിച്ചു തുടങ്ങിയോ? നീ കുളിച്ചു തുടങ്ങിയോ? നിനക്ക് എന്താ എന്ത് വേണം നിനക്ക്? വെറുതെ അല്ല, ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. സോപ്പ് വെച്ച് തുടങ്ങിയാ? ഇല്ല, നീ മറ്റേ ഇട്ട് സോപ്പിട്ട് തരണ. നീ അപ്പൊ അളിയൻ കുളിച്ചു തുടങ്ങിയുള്ളൂ അല്ലേ? സോപ്പ് തേച്ചില്ല, ഇനി സോപ്പ് തേക്കേ ഉള്ളൂ അല്ലേ? കുളിച്ചോ. ഒരുപാട് സമയം എടുത്ത് കുളിച്ചോ. പോടാ. അമ്മ, ഈ കവറിനകത്തുള്ള ഇത് ഫോട്ടോ ഒക്കെ വെച്ചായിരുന്ന? ആ, ഞാനേ എനിക്ക് പെട്ടെന്ന് പോണം, അതുകൊണ്ട് എന്തേ എന്തുവാടോ ഒന്നും അറിയാത്ത പോലെ കാണിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ നിന്റെ കാല് പിടിക്കും. ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യൂടാ? അല്ല, ഇത് ചെയ്താലേ പറ്റുള്ളൂ. അമ്മ നിർബന്ധിച്ചപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നീ അമ്മയോട് ഒന്ന് പറഞ്ഞാൽ മതി. നീ നയത്തിൽ പറഞ്ഞാ ഞാൻ അമ്മയോട് പറഞ്ഞു, പക്ഷെ അമ്മ കേക്കണ്ടേ? അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അമ്മ ഭയങ്കര ദേഷ്യത്തില. ചുമ്മാ ഓരോന്ന് വിളിച്ച് പറയാൻ ആലോചിക്കണമായിരുന്നു. നീ അമ്മ എന്താ വിളിച്ചത്? അമ്മ നല്ലല്ലേ നീ വിളിച്ചത്? എന്തോത്തിന് വിഷമിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞമ്മ, അമ്മ എന്നോട് ക്ഷമിക്കമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. ഞാൻ അറിവില്ലാതെ മുഖത്ത് നോക്കി തന്നെ ഇത്ര നേരം വർത്താനം പറ. മാറി നിൽക്ക്. ഓരോന്ന് പറയുമ്പോ ആലോചിച്ച് പറഞ്ഞോളിയാ. ഞാൻ സത്യമായിട്ടും അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. സത്യം അമ്മ, എന്റെ പൊന്നമ്മ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല അമ്മ. പൊന്നമ്മ അല്ല, തള്ള. ശവത്തി കുത്തല്ലേ അമ്മ. ഞാൻ അമ്മയുടെ കാല് പിടിച്ച് 1000 വട്ടം മാപ്പ് ചോദിക്കാം അമ്മ. അമ്മ, എനിക്ക് വേറെ ആരുണ്ട് അമ്മ? എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിലോ? ഇതൊക്കെ നേരത്തെ നിന്റെ കെട്ടിയോ ശ്രദ്ധിക്കണമല്ലോ. ഇതൊരു വാ പോയ കോടാലിയാന്ന് അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ടല്ലേ എന്താ പറയാ? അയ്യോ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴത്തെ എന്റെ വായിൽ വന്ന് എന്തൊക്കെയോ ഞാൻ അറിയാതെ. എനിക്കൊരു വിഷമവും ഇല്ല. അതെ ആളിയാ, നാശമായി തീർന്നല്ലോ. അമ്മ പ്ലീസ്. ഞാനെന്ത് പറയാനാ? നീ പറയുമ്പോ ആലോചിച്ച് പറഞ്ഞായിരുന്നു. അല്ല ഞാൻ ഇതൊരു ശല്യമായി തീർന്നല്ലോ. എന്റെ തക്കളി മോളുടെ മുഖം ഒന്ന് ഓർത്ത് നോക്കാം. എനിക്ക് നല്ലതുപോലെ അറിയാം. എന്റെ തങ്കത്തിന്റെ മുഖം അവളെന്റെ മോളാ. ഞങ്ങള് പെരുവഴിയിലാവൂല. ആകട്ടെ, നീ പറയളിയാന്ന്. ഞാനെന്ത് പറയാൻ? നീ ആലോചിച്ച് പറഞ്ഞായിരുന്നു. കഷ്ടം അറിയാമോ? ഇത് സമയത്ത് ഓഫീസിൽ പോകണ്ടാണ്. ഇത് അവിടെ സാറങ്ങ് പോവും. ഞങ്ങൾ പെരുവഴിയിലാവും, ആരും ഇല്ലാതായി പോകും. വീട്ടിൽ കയറി കിടന്നാ മതി. പോരുത്. ഞാൻ പറയാ പോരുത്. നീ ഇത് കൊണ്ടുപോകണ്ട. എനിക്കിത് ഇല്ല അമ്മ. എന്തോ കാണിക്കുന്നത്? നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്.
ഇത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. നമ്മൾ ഒരുമിച്ച് 10 വരെ ഇരുന്ന് പഠിച്ചതല്ലേ? അതിനുള്ള ശിക്ഷ നീ എനിക്ക് തന്നിട്ടുണ്ട്. ഓർമ്മകൾ, അവന് പഴയ ഓർമ്മകൾ. ആ, അതെ. അതായിരുന്നു നീ പറയണ്ട. എന്ത് കഷ്ടമെന്ന് അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചോ? ആ, ഉറപ്പിച്ച്. ചെയ്യാൻ തീരുമാനിച്ചല്ലേ? ആ, തീരുമാനിച്ച്. നീ ഒരു കാര്യം മനസ്സിലാക്കാം, ഓരോരുത്തരും പറയുമ്പോ പറയേണ്ട രീതി പറഞ്ഞായിരുന്നു. അല്ല, അമ്മയോട് ഇങ്ങനെയല്ല കാണിക്കും. അയ്യോ, അങ്ങനെ നീ മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങണ്ടടാ. പകുതി വിഴുങ്ങിയാൽ മതി. പകുതി എനിക്കുള്ളതാ. അങ്ങനെ എന്നെ പരിപാടിയിലാക്കാതെ ഒരുത്തരും വിചാരിക്കണ്ട. ക്ലീറ്റസ് ഒരുത്തരും മുമ്പിൽ തോറ്റേരയില്ല. അങ്ങനെ ആരും തിന്നണ്ട. നീ പകുതി ആക്കണ്ട. ദൂരെ വെച്ചോട്ടെ. നീ മൊത്തം അനുഭവിച്ചോ. നീ എന്നോട് വെച്ചോ. എടാ, എന്താണ് വലിച്ചീരുന്നത് നിനക്കറിയാമോ? എനിക്കറിയാടാ. ഞാനും എന്റെ കുടുംബവും കൂടെ അനുഭവിക്കേണ്ടത് നീ അങ്ങ് ഒറ്റയ്ക്ക് വിഴുങ്ങാൻ നോക്കിയല്ലേ? നടക്കൂലടാ. എടാ, വായി നോക്കി അമ്മക്ക് കിട്ടുന്ന പെൻഷന്റെ ഒരു ഓഹരി മാസം നീ വാങ്ങുന്നുണ്ടല്ലോ. അത് കിട്ടണമെങ്കിലേ ഈ വാങ്ങുന്ന ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് തെളിയിക്കണം. ലൈഫ് സർട്ടിഫിക്കറ്റ് അടിക്കണം. ഈ പുതുവർഷത്തെ അമ്മയും കൊണ്ട് അതിനുവേണ്ടി നിൽക്കായിരുന്നു ഞാൻ. അതിനുള്ള പേപ്പർ നീ വലിച്ചിരിക്കണത്. ഈ മാസത്തെ പെൻഷൻ ഗോപി, അപ്പൊ നീ ഇഷ്ടദാനം കാര്യം പറഞ്ഞത് അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള പേര് ഇതുകൊണ്ട് ഇഷ്ടമാണ്. അതിന്റെ പേരിൽ ആരും തലമുണ്ടാക്കണ്ടായിരുന്നില്ല. Alien versus Alien.